समुद्र उत सिन्धुरापो यस्यामन्नं पृष्ठ ശ്രീമതി കമല സുബ്രഹ്മണ്യൻ രചിച്ച് ശ്രീമാൻ ആലത്തൂർ ദാമോദരൻ നമ്പൂതിരിപ്പാട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത രാമായണ കഥയിലെ ബാലകാണ്ഡത്തിലെ 1-ാം അധ്യായം വാൽമീകിയും നാരദനും. മഹാജ്ഞാനിയും ഋഷിയുമായ വാൽമീകിയുടെ ആശ്രമം തമസാ നദീ തീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്തായ തപശക്തി ലോകപ്രസിദ്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ അനവധി ശിഷ്യന്മാർ അധ്യേതാക്കളായുണ്ടായിരുന്നു. ഒരിക്കൽ ഋഷി മനോരാജ്യത്തിൽ മുഴുകിയിരിക്കെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദ മഹർഷി അവിടെ വന്നു. നാരദൻ്റെ വീണയിൽ നിന്നുയർന്ന നാദം ആസ്വദിച്ചുകൊണ്ട് വാൽമീകി നിശബ്ദനായി അവിടെ നിലകൊണ്ടു. എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന നാരദൻ്റെ ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു: അങ്ങ് ബ്രഹ്മപുത്രനാണ്, അങ്ങ് വായുദേവനെ പോലെയാണ്, അങ്ങക്കെവിടെയും ചെല്ലാം, മനുഷ്യ മനസ്സുകളിൽ പോലും. ജീവികളുടെ ഹൃദയാന്തർഭാഗത്തെ ചിന്തകൾ എന്താണെന്ന് പോലും അങ്ങക്കറിയാൻ കഴിയും. കുറച്ചു കാലമായി എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അങ്ങ് അറിഞ്ഞിരിക്കും. ഗുണദോഷ സമ്മിശ്രമായ ഈ ജഗത്തിൽ സർവഗുണസമ്പന്നനായ ഒരാളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അങ്ങ് മനസ്സിൽ കാണുന്ന സൽഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോട് പറയൂ, നാരദൻ പറഞ്ഞു. എങ്കിൽ ഞാൻ അപ്രകാരമുള്ള ഒരാളെ തിരഞ്ഞുപിടിച്ച് പറയുകയും അങ്ങനെ അങ്ങയുടെ ജിജ്ഞാസയ്ക്ക് ഒരു അറുതി വരുത്തുകയും ചെയ്യാം. ആർജവം, ഉണ്മ, ധൈര്യം, ധർമ്മിഷ്ഠത, കൃതജ്ഞത, സത്യസന്ധത, തത്വനിഷ്ഠ, നിഷ്കളങ്ക സ്വഭാവം, ദീനാനുകമ്പ, വിദ്യ, കൗശലം, സൗന്ദര്യം, പ്രസന്നഭാവം, പൗരുഷം, തേജസ്, ജിതക്രോധത്വം, ആത്മനിയന്ത്രണം, സർവദാ സഹിഷ്ണുത, സ്വർഗവാസികളെപ്പോലും ഭയപ്പെടുത്തുന്ന അഞ്ചാത്ത സാഹസികത, ഈ സ്വഭാവ ഗുണങ്ങളെല്ലാം എടുത്തു പറഞ്ഞ് അല്പം നിർത്തിയ ശേഷം ഒരു മന്ദസ്മിതത്തോടെ വാൽമീകി പറഞ്ഞു: മനുഷ്യൻ്റെ പരിപൂർണതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്നാൽ അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ഉണ്ടാകുമോ എന്നാണ് എൻ്റെ സംശയം. ഒരു മനുഷ്യനിൽ ഈ ഗുണങ്ങളെല്ലാം ഒത്തുകൂടി നിൽക്കാൻ സാധ്യമാണോ? ഒരു ദേവനിൽ പോലും ഇവയെല്ലാം സമ്മേളിക്കുകയില്ല. അപ്പോൾ കേവലം ഒരു മനുഷ്യനിൽ ഈ പരിപൂർണത എങ്ങനെ കാക്ഷിക്കാം? എന്നിരുന്നാലും അങ്ങനെ ഒരാളെ തേടുകയാണ് എൻ്റെ മനസ്സ്, ആ പരിപൂർണ മനുഷ്യനെ. ഭൂതഭവിഷ്യ വർത്തമാനങ്ങൾ അറിയുന്ന നാരദൻ വാൽമീകിയുടെ വാക്ക് കേട്ട് വളരെ സന്തുഷ്ടനായി. അദ്ദേഹം പറഞ്ഞു: ഞാൻ പറയുന്നത് സശ്രദ്ധം കേൾക്കൂ. അങ്ങനെ ഒരു മനുഷ്യനെപ്പറ്റി അറിയാൻ എനിക്ക് സംഗതിയായിട്ടുണ്ട്. എന്തോ ഓർക്കുന്നത് പോലെ അദ്ദേഹം ചിന്താമനായി കാണപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അങ്ങ് എണ്ണി എണ്ണി പറഞ്ഞ ഈ സൽഗുണങ്ങൾ മുഴുവനും തികഞ്ഞ ഒരാളെ കാണാൻ വളരെ പ്രയാസമാണ്. എന്നാൽ എല്ലാം കൊണ്ടും പരിപൂർണനായ ഒരു മനുഷ്യനെപ്പറ്റി ഞാൻ അങ്ങയോട് പറയാം. ഇക്ഷ്വാകു വംശത്തിൽ രാമനെന്നു പേരായ ഒരു രാജാവുണ്ട്. അങ്ങ് അന്വേഷിക്കുന്നയാൾ അദ്ദേഹമാണ്. അദ്ദേഹം വികാരത്തിന് അധീനനല്ല. അദ്ദേഹം ശക്തനാണ്. ആരെയും ഹഠാൽ ആകർഷിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് മനോരമ്യതയുണ്ട്. എന്നാൽ അതേസമയം ദൃഢചിത്തനുമാണ്. അദ്ദേഹം അതിബുദ്ധിമാനും ന്യായവർത്തിയുമാണ്. എല്ലാവരെയും കീഴടക്കിയതിനാൽ അദ്ദേഹത്തിന് ശത്രുക്കളില്ല. അദ്ദേഹത്തിൻ്റെ ആകാരത്തെപ്പറ്റി പറയാം: വിസ്തൃതമായ തോളുകൾ, നീണ്ട കൈകൾ, വിരിഞ്ഞ മാർവിടം, വലുതും ഭംഗിയുള്ളതുമായ നെറ്റി, അധികം ദീർഘമോ ഹ്രസ്വമോ അല്ലാത്ത ശരീരം, നീണ്ട പ്രകാശമുള്ള കണ്ണുകൾ, ഇവയെല്ലാം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വില്ലാളി വീരനാണ്. മനുഷ്യബുദ്ധിക്ക് അതീതമായ മഹാസത്യത്തെപ്പറ്റി സദാ ചിന്തിക്കുന്നവനാണ്. അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. ശ്രേഷ്ഠനും നന്മ നിറഞ്ഞവനുമാണ്. നദികൾ സമുദ്രത്തിൻ്റെ നേർക്കൊഴുകി ചെല്ലും പോലെ ശാന്തശീലരായ സകല ജനങ്ങളും അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. രാമന് സ്വാർത്ഥം എന്താണെന്ന് അറിയില്ല. സംവാദത്തിൽ എത്രയും സൗമ്യനും ആനന്ദതന്ദായകനുമാണ്. കൗസല്യപുത്രനായ ഈ രാജാവിൽ മനുഷ്യനു വേണ്ടതായ സകല സൽഗുണങ്ങളും സമ്മേളിച്ചിരിക്കുന്നു. പ്രതാപത്തിൽ അദ്ദേഹം സമുദ്രതുല്യനാണ്. ശൗര്യത്തിൽ ഭഗവാൻ നാരായണനെ പോലെയാണ്. കാഴ്ചയിൽ അദ്ദേഹം ചന്ദ്രനെപ്പോലെ നയനാനന്ദകരനാണ്. കോപിച്ചാൽ അദ്ദേഹം പ്രപഞ്ചത്തെ സംഹരിക്കുന്ന അഗ്നിക്ക് തുല്യനാണ്. ഭൂമാതാവിനെ പോലെ ക്ഷമയും കുബേരനെ പോലെ ഔദാര്യവും അദ്ദേഹത്തിനുണ്ട്.
സത്യത്തിൽ ധർമ്മിഷ്ഠതയുടെ നാഥനായ ധർമ്മദേവനെ പോലെയാണ് അദ്ദേഹം. ചുരുക്കത്തിൽ അദ്ദേഹം മനുഷ്യന് അലങ്കാരമായ സർവ്വഗുണങ്ങളുടെയും ഉത്തമ മാതൃകയാണ്. അതുവരെ നിശബ്ദനായിരുന്ന വാൽമീകിയെ നാരദൻ്റെ വാക്കുകൾ വികാരാധീനനാക്കി. അത്യാനന്ദത്താൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി. നാരദൻ്റെ അധരങ്ങളിൽ നിന്നുതിർന്ന വാക്കുകൾക്ക് വിഘാതമുണ്ടാവരുതെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം അത് തൻ്റെ ഭാവം കൊണ്ട് മഹർഷിയെ അറിയിച്ചു. വാൽമീകിയുടെ ഉത്സാഹം കണ്ട് നാരദൻ പുഞ്ചിരി തൂയിക്കൊണ്ട് തൻ്റെ സംവാദം തുടർന്നു. രാമൻ്റെ പിതാവായ ദശരഥൻ, നാരദൻ പറഞ്ഞു, തൻ്റെ സീമന്തപുത്രനും സകലവിധ സൽഗുണങ്ങളുടെയും വിളനിലവുമായ രാമനെ രാജ്യത്തിലെ യുവരാജാവാക്കി കിരീടധാരണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. രാജാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ കൈകേയി ഈ കിരീടധാരണത്തിന് എതിരായിരുന്നു. പണ്ട് അവർക്ക് നൽകപ്പെട്ട 2 വരങ്ങൾ വഴി അവർ രാജാവിനെ തൻ്റെ നിബന്ധനകൾക്ക് അധീനനാക്കി. തൻ്റെ മകന് കിരീടധാരണം നടത്തണമെന്നായിരുന്നു അതിലൊരു നിബന്ധന. രണ്ടാമത്തെ നിബന്ധന രാമനെ ഭീകരമായ ദണ്ഡകാരണ്യത്തിലേക്ക് നാട് കടത്തണമെന്നായിരുന്നു. നിർഭാഗ്യവാനായ രാജാവിന് അവളുടെ ഇഷ്ടത്തിന് വഴങ്ങേണ്ടി വന്നു. അദ്ദേഹം രാമനെ കാട്ടിലേക്ക് അയച്ചു. പിതാവിൻ്റെ വാക്ക് സത്യമാകാൻ വേണ്ടി ശ്രേഷ്ഠനായ രാമൻ കാട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചു. സുമിത്രാപുത്രനായ ലക്ഷ്മണൻ തൻ്റെ സഹോദരനായ രാമൻ്റെ ഒരാരാധകനായിരുന്നു. രാമനെ വനത്തിലേക്ക് അനുഗമിക്കാൻ ലക്ഷ്മണൻ നിശ്ചയിച്ചു. രാമൻ്റെ ഭാര്യയായിരുന്നു സീത. അവൾ അദ്ദേഹത്തിന് പ്രാണന് തുല്യം പ്രിയയായിരുന്നു. അവൾ ജനകമഹാരാജാവിൻ്റെ പുത്രിയായിരുന്നു. ഉത്കൃഷ്ട കുലജാതിയായ സീത രോഹിണി ചന്ദ്രനെ എന്ന പോലെ തൻ്റെ പ്രാണനാഥനെ പിന്തുടർന്നു. ഗംഗാതീരത്ത് ഗുഹൻ എന്നൊരു വേടൻ താമസിച്ചിരുന്നു. ഈ വേടരാജാവിൻ്റെ തലസ്ഥാനമായ ശൃംഗിവേരപുരത്താണ് രാമൻ വനവാസത്തിലെ ആദ്യ രാത്രിയിൽ താമസിച്ചത്. സാരഥിയായ സുമന്ത്രനെ അയോധ്യയിലേക്ക് മടക്കി അയച്ച ശേഷം രാമലക്ഷ്മണന്മാരും സീതയും ഗുഹൻ്റെ സഹായത്തോടെ ഗംഗാനദി കടന്നു. അവർ ഭരദ്വാജാശ്രമത്തിലെത്തി. ചിത്രകൂടം എന്ന പർവ്വതത്തിലേക്ക് പോകാൻ ഋഷി അവരെ ഉപദേശിച്ചു. അവിടെ ഒരാശ്രമം കെട്ടി താമസിക്കാനും. അവർ ചെറിയ കുന്നുകളും നദികളും ജലാശയങ്ങളും കടന്ന് ചിത്രകൂടത്തിലെത്തി. ലക്ഷ്മണൻ ഒരു പർണശാലയുണ്ടാക്കി. പ്രകൃതിരമണീയമായ ആ സ്ഥലത്ത് അവർ 3 പേരും കൂടി സുഖമായി താമസിച്ചു. ഏകദേശം ആ സമയത്ത് തന്നെ ദശരഥ മഹാരാജാവ് തൻ്റെ പ്രിയപുത്രനായ രാമൻ്റെ വേർപാട് സഹിക്കാൻ കഴിയാതെ ഇഹലോകവാസം വെടിഞ്ഞു. ഭരതൻ ആ സമയത്ത് തൻ്റെ അമ്മാവനായ യുധാജിത്തിനൊപ്പം കേകയ രാജ്യത്തായിരുന്നു. രാജപുരോഹിതനായ വസിഷ്ഠൻ അദ്ദേഹത്തെ ആളയച്ചു വരുത്തി പിതൃകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ബുദ്ധിമാനായ ആ ആചാര്യൻ രാജ്യത്ത് ഭരണാധിപനില്ലാതെ വന്നാലുള്ള ആപത്തിനെപ്പറ്റി ഓർമ്മപ്പെടുത്തുകയും പിതാവ് പറഞ്ഞതുപോലെ രാജ്യഭാരം ഏറ്റെടുത്ത് നടത്താൻ ഭരതനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഭരതൻ അതിന് വിസമ്മതിച്ചു. കാട്ടിൽ പോയി രാമനെ കാണാനും അദ്ദേഹത്തെ അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടുവരാനും അദ്ദേഹം മനസ്സാ ഉറച്ചു. വസിഷ്ഠനോടും മന്ത്രിമാരോടും പ്രജകളോടുമൊത്ത് അദ്ദേഹം ചിത്രകൂടത്തിലേക്ക് പോയി. അദ്ദേഹം രാമനെ കണ്ടു. രാജ്യം സ്വീകരിക്കാൻ താണുകീണ് അപേക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രഭു, അങ്ങാണ് രാജാവ്, അങ്ങ് മടങ്ങി വരണം, രാജ്യഭരണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും വേണം. എന്നാൽ രാമൻ ദൃഢചിത്തതയോടെ ഭരതൻ്റെ അപേക്ഷ നിരസിച്ചു. അച്ഛൻ്റെ വാഗ്ദാന ലംഘനമാവും അതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ ഒരു ഒത്തുതീർപ്പെന്ന നിലയിൽ ഭരതൻ രാമൻ്റെ പാദുകങ്ങൾ ആവശ്യപ്പെട്ടു. പാദുകങ്ങൾ സിംഹാസനത്തിൽ വച്ച് രാമൻ്റെ നാമധേയത്തിൽ രാമൻ്റെ പ്രതിനിധി എന്ന നിലയിൽ രാജ്യം ഭരിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. രാമൻ അതിന് വഴങ്ങി. രാമനോടൊപ്പം മാത്രമേ താൻ അയോധ്യയിൽ പ്രവേശിക്കൂ എന്ന് ഭരതൻ ശപഥം ചെയ്തു. അദ്ദേഹം അയോധ്യ നഗരപ്രാന്തത്തിലുള്ള നന്ദിഗ്രാമം എന്ന ഒരു ചെറുഗ്രാമത്തിൽ വസിച്ചു. രാമലക്ഷ്മണന്മാരെ പോലെ മാന്തോലും മരവുരിയും ധരിച്ച് ജടാധാരിയായി അദ്ദേഹം രാമൻ്റെ തിരിച്ചുവരവും പ്രതീക്ഷിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു പോന്നു. ഇതിനിടയിൽ രാമന് ചിത്രകൂടം വിടണമെന്ന് തോന്നി. അയോധ്യാവാസികൾ തൻ്റെ ആവാസസ്ഥാനം മനസ്സിലാക്കിയതായിരുന്നു അതിന് പ്രധാന കാരണം. അദ്ദേഹം ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ നിശ്ചയിച്ചു. ദണ്ഡകാരണ്യത്തിലെത്തിയിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് വിരാധൻ എന്ന രാക്ഷസനെ കൊല്ലലാണ്. അവിടെ നിന്ന് പുറപ്പെട്ട അദ്ദേഹം ശരഭംഗൻ, സുധീഷ്ണൻ, അഗസ്ത്യൻ, അഗസ്ത്യ സഹോദരൻ എന്നിവരുടെ ആശ്രമങ്ങൾ സന്ദർശിച്ചു. അഗസ്ത്യൻ ശ്രീരാമന് ഇന്ദ്രൻ്റെ മഹത്തായ ബാണം നൽകി. ഭംഗിയേറിയ ഒരു വാളും ഒടുങ്ങാത്ത ഒരു ആവനാഴിയും കൂടി അദ്ദേഹം രാമന് നൽകി. ആ വനത്തിലുള്ള ഋഷിമാർ ഒരു അപേക്ഷയുമായി രാമനെ സമീപിച്ചു. അവരെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രാക്ഷസന്മാരിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കണമെന്ന് അവർ രാമനോട് അപേക്ഷിച്ചു. എല്ലാം ശ്രദ്ധിച്ചു കേട്ട് രാമൻ അപ്രകാരം ചെയ്തു കൊള്ളാമെന്നേറ്റു.
രാക്ഷസന്മാരെ മുഴുവൻ നശിപ്പിക്കാമെന്ന് അദ്ദേഹം അവരോട് സത്യം ചെയ്തു. അവർ പഞ്ചവടി എന്ന സ്ഥലത്ത് താമസിക്കാൻ നിശ്ചയിച്ചു. ഗോദാവരി തീരത്തായിരുന്നു ആ ഭംഗിയേറിയ പ്രദേശം. അവിടെ ലക്ഷ്മണൻ ഒരു ആശ്രമം ഉണ്ടാക്കി. അവർ അവിടെ ആ സസുഖം പാർത്തു വന്നു. ഇപ്പോൾ വനവാസം 13 വർഷം കഴിഞ്ഞു. അവർ പഞ്ചവടിയിൽ താമസിച്ചു വരവേ ഒരു ദിവസം ജനസ്ഥാനത്ത് വസിച്ചിരുന്ന ശൂർപ്പണഖ എന്ന രാക്ഷസി അവിടെ വന്ന് രാമനോട് പ്രേമാഭ്യർത്ഥന നടത്തി. രാമൻ കുപിതനായി. രാമൻ്റെ ഇംഗിതമറിഞ്ഞ ലക്ഷ്മണൻ വാളെടുത്ത് അവളുടെ മൂക്കും മുലയും അരിഞ്ഞ് അവളെ വിരൂപയാക്കി. അവൾ തൻ്റെ സഹോദരനായ രാവണനോട് തന്നെ അപമാനിച്ച കഥ പറഞ്ഞു. ഖരൻ, ദുഷണൻ, ത്രിശിരസ് എന്നീ 3 രാക്ഷസന്മാർ 14,000 സൈന്യത്തോടുകൂടി രാമനെ എതിർത്തു. രാമൻ ഒറ്റയ്ക്ക് അവരെ മുഴുവൻ കൊന്നു. അങ്ങനെ ജനസ്ഥാനം രാക്ഷസന്മാരിൽ നിന്ന് അദ്ദേഹം മുക്തമാക്കി. ഖരനും മറ്റ് 2 പേരും ലങ്കാധിപനായ രാവണൻ്റെ സഹോദരന്മാരായിരുന്നു. സഹോദരന്മാരെ കൊന്നതിനും സൈന്യം നശിപ്പിച്ചതിനും ശൂർപ്പണഖയെ അപമാനിച്ചതിനും പകരം വീട്ടാൻ രാവണൻ നിശ്ചയിച്ചു. അദ്ദേഹം തൻ്റെ അമ്മാവനായ മാരീചൻ്റെ അടുത്ത് നിന്ന് സഹായം ആവശ്യപ്പെട്ടു. രാമൻ്റെ കോപത്തെ ഉണർത്തിയാൽ ഉണ്ടാവുന്ന ആപത്തിനെപ്പറ്റി രാവണനെ ബോധ്യപ്പെടുത്താൻ മാരീചൻ വളരെയധികം ശ്രമിച്ചു. പക്ഷെ രാവണൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിച്ചില്ല. മാരീചനെയും കൂട്ടി അദ്ദേഹം രാമാശ്രമത്തിനടുത്തെത്തി. തൻ്റെ മായാശക്തിയാൽ മാരീചൻ രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ നിന്ന് അകറ്റി. അങ്ങനെ സീത തനിച്ചായപ്പോൾ രാവണൻ ആശ്രമത്തിലെത്തി അവളെ കട്ടുകൊണ്ടുപോയി. ഗൃധ്രരാജാവായ ജടായു രാമൻ്റെ ഒരു ചങ്ങാതിയായിരുന്നു. ജടായു രാവണനെ തടുക്കാൻ തന്നാലാവുന്നതും ശ്രമിച്ചു. ജടായുവിന് മാരകമായ പരിക്കേൽപ്പിച്ച ശേഷം രാവണൻ സീതയെയും കൊണ്ട് പോവുകയും ചെയ്തു. തിരിച്ചു വന്ന രാമലക്ഷ്മണന്മാർ ആശ്രമം ശൂന്യമായി കണ്ടു. മരിച്ചുകൊണ്ടിരിക്കുന്ന ജടായുവിൽ നിന്ന് സീത അപഹരിക്കപ്പെട്ടതായി അറിഞ്ഞ രാമൻ ദുഃഖത്താലും കഠിന വേദനയാലും മതിമറന്ന നിലയിലായി. ജടായു രാവണനെപ്പറ്റി അദ്ദേഹത്തോട് പറഞ്ഞു. മരിച്ചുപോയ ഗൃധ്രരാജാവിനു വേണ്ടി രാമൻ തൻ്റെ പിതാവിനെ പോലെ പിതൃകർമ്മങ്ങൾ ചെയ്തു. ആ സഹോദരന്മാർ പിന്നീട് സീതയെ അന്വേഷിച്ച് തെക്കോട്ട് നടന്നു. വഴിക്ക് വെച്ച് കബന്ധൻ എന്നു പേരായ ഭീവത്സരൂപിയായ ഒരു രാക്ഷസൻ്റെ കൈപ്പിടിയിൽ അവർ പെട്ടുപോയി. അവൻ്റെ കൈകൾക്ക് 1 യോജന നീളമുണ്ടായിരുന്നു. തല അവൻ്റെ വയറ്റിലായിരുന്നു. വായ വിസ്തൃതമായി തുറന്നു വച്ചിരുന്നു. കബന്ധൻ യഥാർത്ഥത്തിൽ കുബേരൻ്റെ പുത്രനായിരുന്നു. ശാപം കൊണ്ട് ഈ രൂപത്തിലായി തീർന്നതാണ്. രാമനാൽ വധിക്കപ്പെട്ടപ്പോൾ കബന്ധന് തൻ്റെ ദിവ്യരൂപം വീണ്ടും കൈവന്നു. അദ്ദേഹം സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. പോകും മുമ്പ് അദ്ദേഹം ഭക്തയായ ശബരിയെപ്പറ്റി രാമനോട് പറഞ്ഞു. രാമൻ്റെ വരവ് ഉറ്റുനോക്കി കഴിയുകയായിരുന്നു ആ രാമഭക്ത. സീതാന്വേഷണത്തിൽ രാമനെ സഹായിക്കാൻ കഴിവുള്ള സുഗ്രീവൻ എന്ന വാനരൻ ഋഷ്യമൂക പർവ്വതത്തിൻ്റെ മുകളിൽ താമസിച്ചു വരുന്നുണ്ടെന്നുകൂടി കബന്ധൻ പറഞ്ഞു. രാമൻ ശബരിയുടെ ആശ്രമത്തിൽ ചെന്നു. അവൾ അദ്ദേഹത്തെ പൂജിച്ചു. താൻ തൻ്റെ തപസ് മൂലം സമ്പാദിച്ച സ്വർഗത്തിലേക്ക് പോകാൻ അദ്ദേഹം അവൾക്ക് അനുവാദം നൽകുകയും ചെയ്തു. രാമലക്ഷ്മണന്മാർ അവിടെ നിന്ന് യാത്ര തുടർന്ന് പമ്പാസരസിലെത്തി. അതും പിന്നിട്ടവർ ഋഷ്യമൂക പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. സുഗ്രീവൻ്റെ മന്ത്രിയായ ഹനുമാൻ അവരുടെ അടുത്തെത്തി. അദ്ദേഹം അവരെ സുഗ്രീവൻ്റെ സവിധത്തിലേക്ക് ആനയിച്ചു. രാമനും സുഗ്രീവനുമായി മഹത്തായ ഒരു സഖ്യം ചെയ്തു. അഗ്നിയെ സാക്ഷി നിർത്തിയാണ് അവർ സഖ്യം ചെയ്തത്. രാമൻ തനിക്ക് വന്നു ചേർന്ന ആപത്തിനെപ്പറ്റി സുഗ്രീവനോട് പറഞ്ഞു. ഏതോ രാക്ഷസൻ സീതയെ കൊണ്ടുപോയ കാര്യത്തെപ്പറ്റിയും മറ്റും. തന്നെ നാട് കടത്തിയിരിക്കുന്ന അവസ്ഥയെപ്പറ്റി സുഗ്രീവൻ രാമനോടും പറഞ്ഞു. ബാലിയെ കൊല്ലാമെന്ന് രാമൻ വാഗ്ദാനം ചെയ്തു. രാമൻ്റെ ശക്തിയെപ്പറ്റി വാനരന് സംശയമായി. ബാലിയുടെ വീര്യ ശൂര പരാക്രമങ്ങളൊക്കെ പറ്റിയും മറ്റും സുഗ്രീവൻ വിവരിക്കാൻ തുടങ്ങി. തൻ്റെ ശക്തി പ്രദർശിപ്പിക്കാനായി രാമൻ ദുന്ദുബിയുടെ അസ്ഥികൂടത്തെ തൻ്റെ പെരുവിരൽ കൊണ്ട് പൊക്കി 10 യോജന ദൂരത്തേക്ക് എറിഞ്ഞു. അതിനു പുറമെ ഒരസ്ത്രം കൊണ്ട് അത്യുന്നതങ്ങളായ 7 സാലവൃക്ഷങ്ങളെ തുളച്ചു കീറി. അതോടെ രാമനിൽ അവിശ്വാസം പ്രകടിപ്പിച്ചതിൽ സുഗ്രീവൻ ലജ്ജിതനായി. അദ്ദേഹം രാമനോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങയുടെ ഈ ബാണം 7 സാലവൃക്ഷങ്ങളെ തുളച്ച ശേഷം ഭൂമിയെ പിളർന്ന് പാതാളത്തിൽ പോയി വീണ്ടും അങ്ങയുടെ ആവനാഴിയിൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നു. ഇത്തരമൊരു വീരകൃത്യം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അങ്ങയെ സംശയിച്ചതിന് എനിക്ക് മാപ്പ് തന്നാലും. ബാലിയുടെ തലസ്ഥാനമായ കിഷ്കിന്ധയിലേക്ക് അവർ പോയി. മഹാശക്തനായ ബാലിയെ സുഗ്രീവൻ പോരിന് വിളിച്ചു. രാമൻ ഒരൊറ്റ അമ്പെയ്ത് ബാലിയെ കൊല്ലുകയും സുഗ്രീവനെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. സുഗ്രീവൻ തൻ്റെ സൈന്യത്തെ മുഴുവൻ വിളിച്ചു വരുത്തി
സീതയെ അന്വേഷിക്കാനായി അവരെ 4 ദിക്കിലേക്കും അയച്ചു. ബാലിപുത്രനായ അംഗദനോടുകൂടി ഹനുമാൻ തെക്കുദിക്കിലേക്ക് യാത്രയായി. അവിടെ വെച്ച് ജഡായുവിൻ്റെ സഹോദരനായ സമ്പാദിയുടെ ഉപദേശമനുസരിച്ച് അദ്ദേഹം 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്നു. അദ്ദേഹം ലങ്കയിലെത്തി. അവിടെ രാവണൻ്റെ കേളി ഉദ്യാനമായ അശോകവനികയിൽ തടവുകാരിയാക്കി വച്ചിട്ടുള്ള സീതയെ ഹനുമാൻ കണ്ടു. രാമനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്ന സീത ദുഃഖത്തിൻ്റെ പ്രതീകം തന്നെയായിരുന്നു. ഹനുമാൻ അവൾക്ക് സ്വയം പരിചയപ്പെടുത്തി. രാമൻ അടയാളമായി കൊടുത്തയച്ചിരുന്ന അങ്കുലിയും അവൾക്ക് നൽകി. സാന്ത്വനോക്തികളാൽ അവളെ സമാധാനിപ്പിക്കുകയും ചെയ്തു. സുഗ്രീവനോടും സേനയോടും കൂടി രാമൻ അതിവേഗം ലങ്കയിലെത്തുമെന്നും അവളെ മോചിപ്പിക്കുമെന്നും അദ്ദേഹം അവളോട് പറഞ്ഞു. അതിനുശേഷം ഹനുമാൻ അശോകവനം നശിപ്പിച്ചു. ഹനുമാനെ പിടിക്കാനായി രാവണൻ തൻ്റെ സൈന്യത്തെ അയച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ 5 സേനാനായകന്മാരെയും 7 മന്ത്രിപുത്രന്മാരെയും രാവണപുത്രനും ധീരനുമായ അക്ഷയകുമാരനെയും ഹനുമാൻ കൊന്നു. രാവണൻ്റെ മറ്റൊരു പുത്രനായ ഇന്ദ്രജിത്ത് വന്ന് ഹനുമാൻ്റെ നേരെ ബ്രഹ്മാസ്ത്രം അയച്ചു. ബ്രഹ്മാവിനെ അപമാനിക്കാൻ ആ വാനരന് ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിതനാവാൻ അദ്ദേഹം അനുവദിച്ചു. അദ്ദേഹം രാവണ സദസ്സിൽ ആനയിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം ലങ്കാനഗരം ചുട്ടു ഭസ്മമാക്കി. രാമൻ്റെ സവിധത്തിൽ മടങ്ങിയെത്തിയ ഹനുമാൻ സീത ജീവിച്ചിരിപ്പുണ്ടെന്ന സന്തോഷ വാർത്ത അദ്ദേഹത്തെ അറിയിച്ചു. രാമൻ സുഗ്രീവനോടൊപ്പം സമുദ്രതീരത്തെത്തി. സമുദ്രാധിപൻ അദ്ദേഹത്തിന് വഴി കൊടുക്കുന്നില്ല. ക്രുദ്ധനായ രാമൻ സമുദ്രത്തെ ശോഷിപ്പിക്കാൻ തീർച്ചയാക്കി. ഭീതനായ ജലാധിപൻ രാമൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മാപ്പിരക്കുകയും ലങ്കയിലേക്ക് കടക്കാൻ സമുദ്രത്തിനു മീതെ ഒരു ചിറ കെട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് ശില്പിയായ നളൻ ചിറകെട്ടി. സമുദ്രം കടന്ന് രാമൻ ലങ്കയിലെത്തുകയും രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹം അവളോട് പരുഷ വാക്കുകൾ പറഞ്ഞു. കടുത്ത അപമാന വാക്കുകൾ സഹിക്കാനാവാതെ സീത അഗ്നിപ്രവേശം ചെയ്തു. അഗ്നിദേവൻ അവളെ എടുത്ത് രാമസവിധത്തിൽ കൊണ്ടുവന്നു. ഒരു ദോഷവും തീണ്ടാത്ത സീതയെ സ്വീകരിക്കണമെന്ന് രാമനോട് അപേക്ഷിക്കുകയും ചെയ്തു. ഭൂലോകത്തുള്ളവരും സ്വർഗലോകത്തുള്ളവരും ഒരുപോലെ രാമൻ്റെ ശൗര്യത്തെ പ്രകീർത്തിച്ചു. വിഭീഷണനെ ലങ്കാധിപതിയായി വാഴിച്ച ശേഷം രാമൻ സ്വരാജ്യത്തേക്ക് മടങ്ങാൻ നിശ്ചയിച്ചു. പുഷ്പവിമാനത്തിൽ കയറി രാമൻ സ്നേഹിതന്മാരോടൊപ്പം അയോധ്യയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം ഭരദ്വാജാശ്രമത്തിൽ പോയി മഹർഷിയെ വണങ്ങി. തൻ്റെ തിരിച്ചുവരവ് ഭരതനെ അറിയിക്കാനായി അദ്ദേഹം ഹനുമാനെ അയച്ചു. പിന്നീട് രാമൻ സുഗ്രീവനോടൊത്ത് നന്ദിഗ്രാമത്തിലെത്തി. അവിടെ അദ്ദേഹം തൻ്റെ സോദരനായ ഭരതശത്രുഘ്നന്മാരോടൊത്തുചേർന്ന് ജട നീക്കിയ ശേഷം രാജോചിതമായ വേഷഭൂഷാദികൾ അണിഞ്ഞു. അദ്ദേഹത്തെ കോസല രാജാവായി അഭിഷേകം ചെയ്തു. ജനങ്ങൾ സന്തോഷഭരിതരായി. അയോധ്യ നഗരിയിൽ മഹോത്സവമുണ്ടായി. രാമൻ ധർമ്മപ്രകാരം രാജ്യം ഭരിക്കുന്നു. രാമൻ്റെ ഭരണത്തിൽ അധർമ്മത്തിൻ്റെ കണിക പോലുമില്ല. 100 അശ്വമേധങ്ങൾ നടത്തിയ ശേഷം രാമൻ സ്വർഗത്തിലെത്തിച്ചേരും. അദ്ദേഹം ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കും. അദ്ദേഹം 11,000 കൊല്ലം രാജ്യം ഭരിക്കും. രാമൻ്റെ കഥ കേൾക്കുന്നവന് സ്വർഗത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാം. ഇങ്ങനെ വാൽമീകിയോട് രാമകഥ ആഖ്യാനം ചെയ്ത ശേഷം നാരദൻ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. 1-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ദ്രർഷഭാദ്രവിണേനോ ദധാതു